ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് നമുക്ക് ഹോം പേജ് ഉണ്ട്, പിന്നെ റിസൾട്ട് പേജ്, ഷെഡ്യൂളിംഗ്, ടീം, ഗാലറി, ലൈവ് TV, AI ചാറ്റ്, അഡ്മിൻ, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അഡ്മിൻ അല്ലാത്ത ഭാഗങ്ങൾക്കൊക്കെ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്ക് എൻട്രി ഉണ്ടാവും. ഇപ്പോൾ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നെയിം, മദ്രസയുടെ നെയിം, കാര്യങ്ങളൊക്കെ കാണിക്കും. റിസൾട്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഗാലറി ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക്, TV ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഇതിൽ ഈ ഒരു ഹോം പേജിൽ നമ്മുടെ നെയിമും മദ്രസ നെയിമും ഉണ്ടാവും. പിന്നെ ഇവിടെ ലേറ്റസ്റ്റ് 10 റിസൾട്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ടീമിന്റെ സ്റ്റാറ്റസ് എത്രയാണോ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുകയും ചെയ്യുന്നുണ്ടാവും നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പൊ ഇത്രയും ഭാഗങ്ങളായിരിക്കും ഒരു യൂസർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. നമ്മുടെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് അഡ്മിൻ പാർട്ടിലേക്കാണ് പോകേണ്ടത്. ഇവിടെയാണ് നമുക്ക് കൂടുതൽ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെ ഇതിൽ റേഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് കേൾക്കുന്നുണ്ട്. Ignite 3.0 radio. ഈ രീതിയിൽ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. പിന്നെ അതേപോലെ ലൈവ് TVയുടെ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇതിൽ ഓട്ടോമാറ്റിക്കലി ഡാറ്റ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പബ്ലിഷ് ചെയ്യുന്ന റിസൾട്ടിനനുസരിച്ച് ടീം സ്റ്റാറ്റസ്, പിന്നെ അതേപോലെ ലേറ്റസ്റ്റ് പബ്ലിഷ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിന്നേഴ്സിനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള ലേബലിൽ ഇവിടെ കാണിച്ചു തരുകയും ചെയ്യും. ഇനി നമുക്ക് അഡ്മിനിൽ എന്തൊക്കെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നോക്കാം. ഇതിൽ അഡ്മിനിലേക്ക് കയറി കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഓൾറെഡി യൂസർ നെയിം പാസ്വേഡും കൊടുത്തതുകൊണ്ടാണ് ഡയറക്റ്റ്ലി ഇതിലേക്ക് എൻട്രി ആയിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നമുക്കിവിടെ ടീം നെയിം, ഞാനിപ്പോൾ 2 നെയിമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പിൻ കോഡും കാണാൻ പറ്റും. ഈ ഒരു പിൻ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടീം, ഇപ്പോൾ ടീം ലീഡർ ഉണ്ടെങ്കിൽ ടീം ലീഡർ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് ഈ ഒരു URL സെർച്ച് ചെയ്തിട്ട്, അതായത് ടീം എന്നുള്ള ഈ ഒരു URL സെർച്ച് ചെയ്തിട്ട് ഈ ഒരു കോഡ് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ എൻ്റർ ചെയ്തുതരാം. ഈ ഒരു ഡിജിറ്റ് ഇവിടെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് എൻട്രി ആകും. അപ്പൊ ഈ ടീമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ അവർക്കുള്ള പ്രോഗ്രാം ഇവിടുന്ന് കാറ്റഗറി ബേസ് ചെയ്തിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ അതേപോലെ ടീം ക്രിയേഷന് പറഞ്ഞു. പിന്നെ അതേപോലെ കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഏതൊക്കെ കാറ്റഗറീസ് ആണ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഇവിടെ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി കാറ്റഗറീസ്, ഞാനിപ്പോൾ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വേറെ കാറ്റഗറീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇവന്റ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. ഇവന്റ്സിൽ നമുക്ക് ഏതൊക്കെ പ്രോഗ്രാം ആണോ ജസ്റ്റ് പ്രോഗ്രാം 3 നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഏതാണോ പ്രോഗ്രാം അതിന്റെ നെയിം കൊടുക്കുക. പിന്നെ സബ് ജൂനിയർ ആണോ, സീനിയർ ആണോ, ജൂനിയർ ആണോ എന്ന് ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡാറ്റ ആയിരിക്കും നേരത്തെ നമ്മൾ റിസൾട്ട് ടീമിലേക്ക് പോയിട്ടില്ലായിരുന്നു, അവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ടാവും. ഇതിൽ ഞാനൊരു ടീമിലൂടെ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ടീമിലേക്ക് ഇത് ഫോണിലും പിന്നെ അതേപോലെ ലാപ്ടോപ്പിലും ടാബിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഉസ്താദുമാര് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി ആപ്പ്? എങ്ങനെ? ആപ്പ് ഉസ്താദുമാര് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതിയല്ല, കുട്ടികൾ ഡൗൺലോഡ് ചെയ്യണോ? കുട്ടികൾക്ക് ലിങ്ക് വെച്ചിട്ട് ലോഗിൻ ചെയ്യും. നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ ഡാറ്റ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ഒരു ടീം ലോഗിനിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്, നൂറുൽ ഹുദയുടെ ടീം. ഇതിൽ ഫസ്റ്റ് വൺ, ഇയാൾക്ക് ഏതൊക്കെ പ്രോഗ്രാമാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി ഗ്രീൻ റൂമിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതേപോലെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കാം. ഇനി അടുത്ത കാറ്റഗറി ഉണ്ടെങ്കിൽ അത് താഴെ കാണിക്കും. ഇപ്പോൾ ഇവിടെ ജൂനിയർ ആണ്, സബ് ജൂനിയർ ആണ് കാണിക്കുന്നത്. ബാക്കിയുള്ള കാറ്റഗറീസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അഡ്മിനിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നമുക്ക് പേപ്പർലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ കാണാം.
ഇവിടെ നമുക്ക് ഇപ്പോൾ മെമ്മറി ടെസ്റ്റ് ജസ്റ്റ് ചൂസ് ചെയ്യാം. മെമ്മറി ടെസ്റ്റ് സബ് ജൂനിയർ. ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആരൊക്കെയാണ് മെമ്മറി ടെസ്റ്റിലുള്ളത് അവർക്കൊക്കെ ഈ ഒരു കോഡ് ലെറ്റർ അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ABC ഈ ഡബിൾ നെയിം വന്നുകൊണ്ട് തന്നെയാണ് സെയിം കോഡ് ലെറ്റർ തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ കോഡ് ലെറ്റർ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടാവും. ഈ ഡാറ്റ നമുക്ക് ഇവിടെ കാണാം. പിന്നെ അതേപോലെ മാർക്ക് റിപ്പോർട്ട് നമുക്ക് ഇവിടെ കാണാം. അതേപോലെ ജഡ്ജിന് കൊടുക്കേണ്ട വാല്യുവേഷൻ ഷീറ്റ് കൂടി ഇതിലുണ്ട്. ജസ്റ്റ് ജഡ്ജിന് നമുക്ക് ഏതൊക്കെ പ്രോഗ്രാം എന്നുള്ളത് ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഈ ഒരു പിൻകോഡ് അവർക്ക് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ജഡ്ജ് എന്നുള്ള ഈ ഒരു പാർട്ടിലേക്ക് പോയിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഡ്ജിന് മാർക്ക് ഇടാനുള്ള പാർട്ട് ഉണ്ടാവും. അതിൽ എന്താ പറയുക, പേപ്പർലെസ് ആയിട്ട് തന്നെ നമുക്ക് ഇവന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മാർക്ക് ഇത്ര ഇട്ടു, 100 ഇട്ടു, 80 ഇവിടെ കൊടുത്തു, ഇവിടെ 90 കൊടുത്തു, ഓട്ടോമാറ്റിക്കലി സേവ് ആവും. ജസ്റ്റ് ഇതൊന്ന് സേവ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് റിലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ വരിക, ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി ടെസ്റ്റ് ഇതിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് കൊടുക്കുക. ഇപ്പോൾ ജഡ്ജ് മാർക്ക് ഇട്ടത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 10ഉം 8ഉം 9ഉം ആയിട്ട് ജസ്റ്റ് 1 ഫസ്റ്റ് 10ന്, പിന്നെ സെക്കൻഡ് പേർക്ക്, തേർഡ് പേർക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റേഴ്സ് ജനറേറ്റ് ആയിട്ടുണ്ടാവും, റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്ക് ഇനി ഇതിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഈ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. മെമ്മറി ടെസ്റ്റ് റിസൾട്ട് ടീം ഇതാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 3ഉം നൂറുൽ ഹുദയാണ് വന്നിട്ടുള്ളത്. 3നും പോയിന്റും ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, 3 ഫസ്റ്റിന് 5, 3, 1. അപ്പോൾ ടോട്ടൽ 9 മാർക്ക് ഇവിടെ ആഡ് ആയി വന്നിട്ടുണ്ട്. ഇനി റിസൾട്ടിൽ പോയിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പോസ്റ്ററും ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഇനി പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് മാറ്റി കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇവിടെ നമുക്ക് പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കാനുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് ഏതാ, എനിക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചൂസ് ചെയ്യാം. ഇനി ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു നെയിം ഇവിടേക്ക് വരണം. അല്ലെങ്കിൽ ഏത് പാർട്ടിലേക്കാണ് വരേണ്ടത് നമുക്ക് കസ്റ്റം ചെയ്തിട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റും. രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടിന് സെറ്റ് ആവില്ല, അപ്പോൾ വേറെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചൂസ് ചെയ്യാണ്. ജസ്റ്റ് മെമ്മറി ടെസ്റ്റ് ഇവിടെ കൊടുക്കുക. റിസൾട്ട് നമ്പർ 1, 2 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ സബ് ജൂനിയർ ഇവിടെ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഈ ഒരു ലേബൽ എനിക്ക് വേണ്ട, ജസ്റ്റ് ഹൈഡ് ചെയ്യണം. ഇവിടെ ടൈറ്റിൽ ഉണ്ടാവും, സബ് ടൈറ്റിൽ ജസ്റ്റ് സബ് ടൈറ്റിലാണ്. ഇതിവിടെ വന്നിട്ട് വിസിബിൾ ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ കാണിക്കില്ല. അങ്ങനെ നമുക്ക് എല്ലാം കസ്റ്റം ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഈ നെയിം കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് താഴെ കൊണ്ടുവരണം, ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് നോക്കുക. ഇതും അതേപോലെ കുറച്ച് ജസ്റ്റ് ഒന്ന് മേലെ കൊണ്ടുപോയി വെക്കുക. ഇത് ടീം ജസ്റ്റ് ഇത് ഓക്കെ, ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റിന്റെ സെപ്പറേറ്റ് പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. റിസൾട്ട് 2 ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്താൽ പറ്റും. സബ് ജൂനിയർ ഇതൊക്കെ നമുക്ക് അലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ എവിടെ വേണമെന്നുള്ളത് ഈ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വെബ്സൈറ്റ്. പിന്നെ അതേപോലെ ഇവിടെ അനൗൺസ്മെന്റ് ഉണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് റിസൾട്ട് അപ്ഡേറ്റ് ആണ്. Ignite 3.0 radio. ഈ റിസൾട്ട് Memory test. Noral Huda. ആ രീതിയിൽ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഈ ടിവിയുടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോ ബിഗ് സ്ക്രീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഔട്ട് കൊടുത്താൽ മതിയോ. ജസ്റ്റ് ഈ ഒരു സ്ക്രീനിൽ വരുന്ന ഔട്ട് ജസ്റ്റ് അതിലേക്ക് ഒന്ന് കൊടുത്താൽ മതിയോ. ഇതിൽ ഓട്ടോമാറ്റിക്കലി
ആ ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെ ദാ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരും. മെമ്മറി ടെസ്റ്റ് ഫസ്റ്റ് ആരാണ്, സെക്കൻഡ് ആരാണ്, തേർഡ് ആണെന്നുള്ളത് ഇങ്ങനെ കാണിച്ചു തരും. ഇത്രയാണ് നമ്മുടെ വെബ്സൈറ്റ് ഫീച്ചറുകൾ ഉള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, അല്ല ഇതിനെങ്ങനെ എക്സ്പെൻസ് വരുന്നത്? എങ്ങനെ? ഇത് expense? ഇപ്പോഴുള്ള ഒരു രീതിയിലുള്ളത് കിട്ടാൻ 1000 റുപ്പീസ് ഉള്ളൂ. ഇനി ഇതിലൊക്കെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ സർവീസ് ചാർജ് വരും. ഈ ഒരു മാത്രമാണെങ്കിൽ 1000 രൂപ മതിയാവും. ഈ ലൈവ് റിസൾട്ട് മാത്രം ഒരു ടിവിയില് ആ. കാണിക്കാൻ കഴിയും അങ്ങനെ? അത് മൾട്ടിപ്ലൈ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ലൈവ് റിസൾട്ട് ഉണ്ടാകും, പിന്നെ അതേപോലെ പോയിന്റ് സ്റ്റാറ്റസ് ഉണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ടാവും. അതെ, അത് മാത്രം ഒരു ടിവിയിൽ മാത്രം കാണിക്കാൻ കഴിയും, അത് മാത്രം? ടീം സ്റ്റാറ്റസ് മാത്രമാണോ? അല്ല, ടീമിൻ്റെത് നമ്മളെ ഈ ലൈവ് സ്കോറുകൾ ഉണ്ടല്ലോ. ആ ലൈവ് സ്കോർ മാത്രം കാണിക്കണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ലൈവ് സ്കോറിന്റെ പാർട്ട് മാത്രം ഓൺ ആക്കിയാൽ മതി. അല്ല, Just അത് മാത്രം ഒരു ടിവിയിലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫോണിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? അത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടീം സ്റ്റാറ്റസ് മാത്രമാണോ ചോദിച്ചത്? അതെ, ടീമിന്റെ അതുപോലെ കുട്ടികളെ ഓരോ റിസൾട്ട് ഉണ്ടല്ലോ, അത് മാത്രം ടിവിയിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ കഴിയും, സ്ക്രീനിൽ ഇങ്ങനെ Yes, പുറത്ത്. അതാണ് ഞാൻ സ്ക്രീന് കാണിച്ചു തന്നത്. ഇതാ ഇവിടെ ഈ ഒരു രീതിയിൽ മൾട്ടിപ്പിൾ ആയിട്ട് സാധനം വരുന്നുണ്ടോ, അനൗൺസ്മെന്റ് എല്ലാം അതിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ, ഇവിടെ അതെ. റിസൾട്ട് വരും, മെമ്മറി ടെസ്റ്റ് ആരാണ് ഫസ്റ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആ. പിന്നെ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് അടുത്തത് വരും. അടുത്തത് ഉം. ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ആപ്പ് വേറെ യൂസ് ചെയ്യുമ്പോൾ മാറൂലല്ലോ അത്? എങ്ങനെ? നമ്മള് ആപ്പില് ബാക്കി മാർക്കുകൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ സ്ക്രീനിൽ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ആ സ്കോർ? സ്ക്രീനിൽ ഓട്ടോമാറ്റിക്കലി കാണിച്ചുകൊണ്ടിരിക്കും. ആ. നമ്മൾ ഫോണിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ ചേഞ്ച് ആയിക്കോളും. ആ. ബിഗ് സ്ക്രീൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇത് വരും ബാക്കില്. ഇപ്പൊ നമ്മള് താഴെ അനൗൺസ് ആ ബിഗ് സ്ക്രീൻ ഇതിനെ കണക്ട് ചെയ്യല് ജസ്റ്റ് ഈ ഒരു ലിങ്ക് അവിടെ ഓപ്പൺ ആക്കിയിട്ടാൽ മതി. അതായത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരും. ജസ്റ്റ് ഈ ഒരു ലിങ്ക് ഇതിനോടൊപ്പം ജസ്റ്റ് സ്ലാഷ് ലൈവ് ടി വി ഹൈഫൺ ടി വി അടിച്ചാല് അതായിരിക്കും വരുന്നുണ്ടാവാം. ടിവിയിൽ ഓപ്പൺ ആക്കിയാൽ മതി അല്ലേ? യെസ്. ഇനി പിന്നെ ജഡ്ജ് കിട്ടണേല് ജഡ്ജ് എന്ന് അടിച്ചാൽ മതി. ജഡ്ജ് എന്ന് അടിച്ചാല് ജഡ്ജ് വരും. ജഡ്ജിമാർക്ക് ഓരോ ഫോൺ തന്നെ മാർക്ക് ഇടാൻ കഴിയുമോ? യെസ്, അവരുടെ ഫോണിൽ തന്നെ മാർക്കിടാം. അവർക്ക് ഒരു കോഡ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ആ കോഡ് വെച്ചിട്ട് അവർക്ക് ലോഗിൻ ചെയ്യാം. ഈ ഒരു URL ആണ് നമ്മൾ അടിക്കേണ്ടത്, സ്ലാഷ് ജഡ്ജ് എന്നുള്ളത്. ഇനി ടീമിലേക്ക് പോകാന് ടീം അടിക്കാം. ടീം അടിച്ചാൽ അതിലും ലോഗിൻ ഉണ്ടാവും. അത് ഗ്രൂപ്പ് ലീഡേഴ്സിനാണ് കൊടുക്കേണ്ടത്. ഓപ്പൺ ആക്കാനല്ലേ? അതെ. അപ്പൊ ഗ്രൂപ്പ് ലീഡേഴ്സ് ആയിരിക്കും ഇന്ന ആൾക്ക് ഇന്ന പ്രോഗ്രാം എന്നുള്ളത് കൊടുക്കുന്നുണ്ടാവും. പിന്നെ പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പിന്നെ ചേഞ്ച് ആക്കിയാൽ മതി. പിന്നെ ഇവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ നമുക്ക് ഈ പേരന്റ്സിന് ലിങ്ക് ഷെയർ ചെയ്താൽ റിസൾട്ട് പാരന്റ്സിന് ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് ഈ പാർട്ടുകളൊക്കെ കാണിച്ചു കൊടുക്കും. അഡ്മിനും കാണിച്ചു കൊടുക്കും, പക്ഷെ അഡ്മിനിലേക്ക് കയറാൻ പറ്റില്ല. എല്ലാം കാണിച്ചു കൊടുക്കും. ലൈവ് റിസൾട്ട് ഉണ്ടാകും, പിന്നെ അതേപോലെ സ്ക്രീൻ ഷെഡ്യൂൾ ഉണ്ടാവും, ടീം, പിന്നെ ഗാലറി എല്ലാം അവർക്ക് കാണാൻ പറ്റും. പോസ്റ്റർ ഇതാ ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കട്ടോ. പോസ്റ്റർ വേണമെങ്കിൽ സിംഗിൾ പോസ്റ്റർ, ഇത് ഫുള്ളുള്ള പോസ്റ്റർ ആണ്. ഇനി സിംഗിൾ ഫസ്റ്റിന്റെ മാത്രം പോസ്റ്റർ ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സെക്കൻഡിന്റെ മാത്രം മതിയെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സാപ്പിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ പോസ്റ്റർ? യെസ്, വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇത് മൊത്തത്തിലുള്ളതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുട്ടികളെ ഇൻഡിവിജ്വൽ മാർക്കുകൾ കൗണ്ടിങ് ഓപ്ഷൻ ഉണ്ട് ഇതില്? ഇൻഡിവിജ്വൽ മാർക്ക് വന്നിട്ടില്ല, അത് ആഡ് ചെയ്യണം, സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ടി വരും. അതിന് എക്സ്ട്രാ ചാർജാ? എക്സ്ട്രാ ഇൻഷാല്ലാ ഞാൻ മാക്സിമം ഇതിൽ തന്നെ നോക്കാം. കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ പേയ്മെന്റ് വേണ്ടി വരും. ഇത്രയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഡിവിജ്വൽ മാർക്ക് കൂടി വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മാനേജ്മെന്റ് സംസാരിച്ച് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ.
ഓക്കെ. പിന്നെ താജു സുന്നല്ലേ? ഓക്കെ ഇൻഷാ അല്ലാ ഞാൻ അറിയിക്കാം. ഓക്കെ. നിങ്ങൾ എവിടെ സ്ഥലം രണ്ടാളും? ഇത് കർണാടകയിലെ പഠിക്കൽ. കർണാടക അല്ലേ? ഓക്കെ ഓക്കെ. ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കാം എന്താണെങ്കിലും. മറ്റേ ഇതിന് നമ്മള് ഇൻഡിവിജ്വൽ ആഡ് ആക്കാൻ എത്ര ആവും ചാർജ്? ഒരു 500 രൂപയൊക്കെ വരെ ഉണ്ടാവുള്ളൂ. 500 അല്ലേ? അതെ അതെ. നമുക്ക് ക്രെഡിറ്റ്സ് ക്രെഡിറ്റ്സ് വേണം. അതിനാണ് ചാർജ് വാങ്ങിക്കുന്നത്. ഞാൻ മിക്കവാറും അത് നാളെ തന്നെ ആഡ് ആക്കും. ഇപ്പൊ 2-3 ടീം പറഞ്ഞിട്ടുണ്ട് ഇൻഡിവിജ്വൽ കൂടി ആഡ് ചെയ്യണം എന്നുള്ളത്. അത് കൂടി ആവശ്യമാണ്. അതെ അതെ അതെ. ആ ഒരു രീതിയിലൂടെയും സെറ്റ് ചെയ്യാം ഇൻഷാല്ലാ. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടോ? വേറൊന്നുമില്ല. ഓക്കെ ഓക്കെ. നമ്മളെ ഇതുപോലെ ഈ റിസൾട്ടിന്റെ പോലെ നമുക്ക് ടീമിന്റെ ആഫ്റ്റർ 5 അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? ടീമിൻ്റെത് ടോട്ടലി ആണ് വരുന്നത്. ഫൈനൽ പോയിന്റ് ഉണ്ടാവില്ലേ? ഫൈനൽ നമ്മള് ഇത് ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്യാണ്. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് കയറാണ്. അതിന്റെ പോസ്റ്റർ വരും ഫൈനലിന്റെ? അത് സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്യണം. നിലവിൽ അതില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ഇതാ ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പോയിന്റ് കാണാം. വേണമെങ്കിൽ പോസ്റ്റർ ആക്കിയിട്ട് സെറ്റ് ചെയ്യണേ സെറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ആരും പറയലില്ല. ഇപ്പൊ വെബ്സൈറ്റ് ഉണ്ടാകുമ്പോ വെബ്സൈറ്റ് ലിങ്ക് വെച്ചിട്ട് നോക്കിയാൽ മതിയല്ലോ. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതിയല്ലോ ടീം എത്ര ഇതിലാണെന്നുള്ളത്. ഓക്കെ. പിന്നെ ഇതിൽ കാര്യങ്ങളൊക്കെ ചാറ്റ് വോയിസ് സെർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ യൂസ് ചെയ്യാം. റിസൾട്ട് ഇപ്പൊ എത്രയാണ് പോയിന്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് തന്നെ റിസൾട്ട് കിട്ടോളും. റിസൾട്ട് ചോദിച്ചാല് പറയാ മതി. റിസൾട്ട് ചോദിച്ചാല് പറഞ്ഞുതരും. ഇന്ന കാറ്റഗറി ഇന്ന പ്രോഗ്രാം ആർക്കാണ് ഫസ്റ്റ് എന്ന് ചോദിച്ചാല് പറയാം. പിന്നെ ഇന്ന സ്റ്റേജിൽ ഏത് പ്രോഗ്രാം ആണെന്നുള്ളതൊക്കെ ചോദിച്ചാൽ ഇത് പറഞ്ഞുതരും. രീതിയിലാണുള്ളത്. ഓക്കെ. പെട്ടെന്ന് കണക്ട് ചെയ്യണേ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. ആയിക്കോട്ടെ. കണക്ട്. ശുക്രൻ. അസ്സലാമു അലൈക്കും.